Hi students, welcome to the lecture. Today we will be dealing with Romer's model of technological change. Romer's model of technological change ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. Romer's model of endogenous technical change of 1990 identifies a research sector specializing in production ideas. Production ideasൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു റിസർച്ച് സെക്ടറിനെയാണ് നമ്മൾ റോമറിന്റെ മോഡലിൽ 1990 ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സെക്ടറിന്റെ അകത്ത് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഹ്യൂമൻ ക്യാപിറ്റലിനെയും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നിലനിൽക്കുന്ന നോളജിനെയും യൂസ് ചെയ്തിട്ട് പുതിയ ഐഡിയാസും പുതിയ നോളജും കണ്ടെത്തുക. അതാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റോമറിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ റിസോഴ്സസിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡിയാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐഡിയാസ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നാച്ചുറൽ റിസോഴ്സസ് ഫോർ whom? For Romer. Okay, he cites the example of Japan, which was very few natural resources, but it was open to new Western ideas and technology. അതിൽ ഈ റോമർ മോഡൽ ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ചിൽ അദ്ദേഹം ജപ്പാന്റെ എക്സാമ്പിൾ ആണ് സൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ജപ്പാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസിൽ വളരെ ഡെഫിസൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പക്ഷേ അത് വെസ്റ്റേൺ ഐഡിയാസും ടെക്നോളജീസും അഡോപ്റ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിനൊക്കെ കുറേ ശ്രമങ്ങൾ നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് റോമേഴ്സ് മോഡൽ ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജപ്പാന്റെ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ US നിന്നൊക്കെ മെഷീൻസ് മീജ എറയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ദേ സ്റ്റാർട്ടഡ് ടു ഇമ്പോർട്ട് മെഷീൻസ് ഫ്രം USA ആൻഡ് അതിനുശേഷം ആ മെഷീൻസിനെ അവർ അഴിച്ചു പണിയും, അതായത് ഡിസ്മാൻറ്റിൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അത് സ്പെയർ പാർട്സ് പോലെ ആക്കിയിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ട് അതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോട്ടോടൈപ്സ് അത് മാനുഫാക്ചർ ചെയ്യാണ് അവർ ചെയ്തിരിക്കുന്നത്. ദെയർഫോർ ഐഡിയാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എക്കോണമിയുടെ വളർച്ചയ്ക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദീസ് ഐഡിയാസ് റിലൈ to improve the designs for the production of producer durable goods for final consumption. So ഇങ്ങനെ ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷനിൽ പുതിയ ഡിസൈൻസ് കൊണ്ടുവരാനായിട്ടും ഫൈനൽ പ്രൊഡക്ഷനിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഡ്യൂറബിൾ ഗുഡ്സ് വളരെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കത്തുള്ളൂ. സോ നാച്ചുറൽ റിസോഴ്സസിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡിയാസ് എന്നൊരു കൺസെപ്റ്റ് ആണ് ആര് നൽകുന്നത്? റോമർ അദ്ദേഹത്തിന്റെ മോഡൽ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചിൽ നൽകുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ മോഡലിൽ പുതിയ നോളജ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്. പുതിയ നോളജ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്. ഒന്നാമത്തേത് എന്താണ്? എ ന്യൂ ഡിസൈൻ ഈസ് യൂസ്ഡ് ഇൻ ദ ഇന്റർമീഡിയറ്റ് ഗുഡ് സെക്ടർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട്. പുതിയ ഒരു ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പുതിയ ഒരു ഇന്റർമീഡിയറ്റ് ഇൻപുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഇന്റർമീഡിയറ്റ് സെക്ടറിൽ പുതിയ ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നാമതായി പുതിയ നോളജുകൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലോട്ടേക്ക് വരുന്നത്. പുതിയ ഒരു ഇന്റർമീഡിയറ്റ് ഇൻപുട്ടിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ് ഗുഡ് സെക്ടറിൽ പുതിയ ഡിസൈൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പുതിയ നോളജ് പ്രൊഡക്ഷൻ പ്രോസസ്സിലോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു വേ ആണ്. രണ്ടാമത്തത് ഫൈനൽ സെക്ടറിൽ ഓക്കെ ഫൈനൽ സെക്ടറിൽ ലേബർ അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് അവൈലബിൾ പ്രൊഡ്യൂസർ ഡ്യൂറബിൾസ് ഉപയോഗിച്ചിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഓക്കെ ഫൈനൽ സെക്ടറിൽ ലേബറും ഹ്യൂമൻ ക്യാപിറ്റലും അവൈലബിൾ പ്രൊഡ്യൂസർ ഡ്യൂറബിൾസും യൂസ് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതും പുതിയ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലോട്ടേക്ക് ആഡ് ചെയ്യപ്പെടുന്ന നോളജാണ്. ഓക്കെ, പുതിയ നോളജ് പ്രൊഡക്ഷൻ പ്രോസസ്സിലോട്ടേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ വേ. മൂന്നാമത്തേത് എന്ന് പറഞ്ഞിരിക്കുന്നത് എ ന്യൂ ഡിസൈൻ ഇൻക്രീസ് the stock of total knowledge which increases the productivity of human capital employed in the research sector. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഡിസൈൻ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? അത് എക്സിസ്റ്റിംഗ് നോളജിലോട്ടേക്ക് വീണ്ടും ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ റിസർച്ച് സെക്ടറിൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി വെച്ചിട്ട് കൂടുതൽ ടെക്നോളജിക്കൽ ചേഞ്ച് ഉണ്ടാവുകയുമാണ്
ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. റോമേഴ്സ് മോഡൽ ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ചിന്റെ ഒരു ജസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിന്റെ അസംഷൻസിലോട്ടേക്കാണ് പോകുന്നത്. റോമർ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. എക്കണോമിക് ഗ്രോത്ത് ടെക്നോളജിക്കൽ ചേഞ്ചിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യത്തെ അസംഷൻസ്. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് കംസ് ഫ്രം ടെക്നോളജിക്കൽ ചേഞ്ച്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എൻഡോജീനിയസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എന്താണ്, എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളത് നമ്മുടെ ഇതിന്റെ തുടക്കത്തിലെ വീഡിയോയിൽ, അതായത് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഓക്കെ, ദെൻ മൂന്നാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് ഇൻസെന്റീവ്സും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് എന്തിൽ പ്ലേ ചെയ്തിരിക്കുന്നു, നമ്മുടെ ടെക്നോളജിക്കൽ ചേഞ്ചസ് അവൈലബിൾ ഇൻ ദ ഇക്കോണമിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ആരാണ് പ്ലേ ചെയ്തിരിക്കുന്നത്, മാർക്കറ്റ് ഇൻസെന്റീവ്സ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഇക്കോണമിയിൽ ടെക്നോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇൻസെന്റീവ്സ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നു. ഇനി നമ്മൾ നാലാമത്തെ അസംഷനിലോട്ടേക്കാണ് പോകുന്നത്. ഒരു പുതിയ ഡിസൈനിന്റെ ഇൻവെൻഷന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ അത്യാവശ്യമാണ്. ഓക്കെ, ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ അത്യാവശ്യമാണ്. സോ അതാണ് നമ്മുടെ നാലാമത്തെ അസംഷൻ. അഞ്ചാമത്തെ അസംഷൻ വന്നിട്ട് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിക്സ്ഡ് ആണ്. അഗ്രിഗേറ്റ് സപ്ലൈ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ആറാമത്തെ അസംഷനിലോട്ടേക്കാണ് പോകുന്നത്. നോളജ് or a new design is assumed to be partially excludable or retainable by the firm which invented the new design. അതായത് എന്താണ്, പുതിയ ഡിസൈൻ ഇൻവെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഫേം ഉണ്ടല്ലോ, സോ അവരുടെ നോളജ് അല്ലെങ്കിൽ ഈ പുതിയ ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പാർഷ്യലി എക്സ്ക്ലൂഡബിൾ ആണ്, അതുപോലെ തന്നെ റീറ്റൈനബിളുമാണ്. അതായത് if an investor has a patent design for a machine, no one can make or sell it without the agreement of the inventor. ഓക്കെ, അതാണ് പാർഷ്യലി എക്സ്ക്ലൂഡബിൾ ആണ്, റീറ്റൈനബിൾ ആണ് ഒരു ഫേം ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡിസൈനിൽ ഒരു പാറ്റന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരാണ് അതിന്റെ പേരൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻ ഇസ് അവരുടെ ഒരു എഗ്രിമെന്റോ അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെന്റോ ഇല്ലാതെ മറ്റൊരാൾക്കും അത് സെൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓൺ ദ അതർ ഹാൻഡ്, അതർ ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്രീ ടു സ്പെൻഡ് ടൈം ടു സ്റ്റഡി ദ patented design for the machine and acquire knowledge that helps in design of such machine. So മറ്റൊരു പ്രിവിലേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനിനെ കുറിച്ച് മറ്റു ഫേംസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് പഠിക്കാം. ഓക്കെ, ആ ഒരു പാറ്റേൺ ഡിസൈനിനെ കുറിച്ച് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൽ നിന്ന് നോളജ് കണ്ടെത്തി അവർക്ക് പുതിയ മെഷീൻ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഓക്കെ, thus patents provide incentives to firms to engage in research and development. So എന്താണ്, patents എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, ആൻഡ് അതർ ഫേംസ് ക്യാൻ ഓൾസോ ബെനിഫിറ്റ് ഫ്രം സച്ച് നോളജ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു പുതിയ ഡിസൈൻ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് മറ്റുള്ള ഫേംസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു പുതിയ നോളജ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. Then when there is partial excludability, investment in research and development leading to an invention by a firm can only bring in quasi rent. അതായത് ക്വാസി റെന്റ് മാത്രമാണ് ഈ ഒരു പാർഷ്യൽ എക്സ്ക്ലൂഡബിലിറ്റി ഉള്ളത് കൊണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാവുള്ളൂ. ക്വാസി റെന്റ് എന്താണ് എന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഓക്കെ, ഇനി ഏഴാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് നോൺ ഡ്രൈവൽ ഇൻപുട്ട് ആണ്. ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നോൺ ഡ്രൈവൽ ഇൻപുട്ട് ആണ്. ഓക്കെ, it's used by one firm does not prevent its use by another. നമ്മൾ റൈവൽ ഗുഡ്സ് എന്താണ്, നോൺ റൈവൽ ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റോമർ മോഡലിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണോ എൻഡോജീനസ് ഗ്രോത്ത് മോഡലിൽ നമ്മളത് പറയുന്നുണ്ട്. ദെൻ നോൺ റൈവൽ ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഗുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി സൈമൾട്ടേനിയസ്ലി മറ്റൊരാൾക്കും അത് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും, അയാൾ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ എന്താണ് കേബിൾ TV യൂസ് ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ്ലി മറ്റൊരാൾക്കും അതേ സമയം ആ ഒരു ബെനിഫിറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ നോൺ ഡ്രൈവൽ എന്ന് പറയുന്നത്. സോ ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നോൺ ഡ്രൈവൽ ഇൻപുട്ട് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഒരു ഫേം യൂസ് ചെയ്യുന്നത് വഴി മറ്റൊരു ഫേമിനെ യൂസ് ചെയ്യാതെ ആക്കുന്നില്ല. ഓക്കെ, ദെൻ എട്ടാമത്തെ assumption എന്ന് പറഞ്ഞിരിക്കുന്നത് the new design can be used by the firms and in different periods without additional cost and without reducing the value of input. അതായത് ഫേംസിനെ ഈ പുതിയ ഡിസൈൻ പല
പീരിയഡ്സിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് അഡീഷണൽ കോസ്റ്റ് ആൻഡ് അവരുടെ വാല്യൂ ഓഫ് ഇൻപുട്ടും റെഡ്യൂസ് ചെയ്യുന്നില്ല. അതാണ് എട്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒൻപതാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ അസ്യൂം ദാറ്റ് ദ ലോ കോസ്റ്റ് ഓഫ് യൂസിങ് ആൻ എക്സിസ്റ്റിംഗ് ഡിസൈൻ റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ ഡിസൈൻ. അതായത് എക്സിസ്റ്റിംഗ് ഡിസൈനിന് ലോ കോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ പുതിയ ഡിസൈൻ ഉണ്ടാക്കുന്നതിനുള്ള കോസ്റ്റും കുറവായിരിക്കും. ഓക്കെ, ഇനി പത്താമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെൻ ഫേംസ് മേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ് എ ന്യൂ ഡിസൈൻ ദർ ആർ എക്സ്റ്റേണാലിറ്റീസ് ദാറ്റ് ആർ ഇന്റേണലൈസ്ഡ് ബൈ പ്രൈവറ്റ് എഗ്രിമെന്റ്സ്. അതായത് ഇപ്പം ഒരു ഫേം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുകയാണ്, അതല്ലെങ്കിൽ ഒരു പുതിയ ഡിസൈൻ ഇൻവെന്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. പക്ഷേ ആ എക്സ്റ്റേണാലിറ്റീസിന്റെ പ്രൈവറ്റ് എഗ്രിമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഇന്റേണലൈസ് ചെയ്യും. അങ്ങനെയാണ് ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എൻഡോജീനിയസ് ഫാക്ടർ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇനി നമുക്ക് മോഡലിലോട്ടേക്ക് പോകാം. നമ്മൾ ഇത്രയും അസംഷൻസ് നോക്കി അല്ലെ. അപ്പം അത് ബേസ് ചെയ്തിട്ട് റോമന്റെ മോഡൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ ഇൻക്രീസ് ഇൻ ദ ടെക്നോളജി ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് കാണിക്കുന്നത്, ഈ ഡെൽറ്റ എ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, സോ ടെക്നോളജിനെയാണ് നമ്മളത് കാണിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ കെ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ എച്ച് എ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ എമൗണ്ട് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ന്യൂ ഡിസൈൻ. ഓക്കെ, ഇതിൽ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ടെക്നോളജി ഓഫ് ദ ഡിസൈൻസ് ആണ്. ഓക്കെ, അതായത് നമ്മളിത് പറയുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് the increasing technology is the function of the amount of capital invested for producing a new design, and it is the amount of human capital employed in research and development and also the function of existing technology of designs. അതായത് ഈ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സിസ്റ്റിംഗ് ടെക്നോളജി ആണ്. എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്. കെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ക്യാപിറ്റൽ ആണ്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ ആണ്. ഡെൽറ്റ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസിംഗ് ടെക്നോളജി ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. The production function shows that technology is an endogenous when more human capital is employed for research and development of new designs. Then technology increases by a large amount, that is A is greater. അതായത് എന്താണ് ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇവിടെ ഒരു എൻഡോജീനിയസ് ഫാക്ടർ ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുറെ ഹ്യൂമൻ ക്യാപിറ്റലിനെ എംപ്ലോയ് ചെയ്യുവാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടുതലായിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റലിനെ യൂസ് ചെയ്തിരിക്കുന്നത്? പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടി. സോ എന്താണ്? ടെക്നോളജി കൂടുന്നതനുസരിച്ച് എന്താണ് നമുക്ക് എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ആകുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് മോർ ക്യാപിറ്റൽ ഇസ് ഇൻവെസ്റ്റഡ് ഇൻ റിസർച്ച് ലബോറട്ടറീസ് ആൻഡ് എക്യുപ്മെന്റ് ടു ഇൻവെസ്റ്റ് ഇൻ എ ന്യൂ ഡിസൈൻ, ദെൻ ടെക്നോളജി ഓൾസോ ഇൻക്രീസസ് ബൈ ലാർജർ എമൗണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ എ വിൽ ബി മോർ. അതായത് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ റിസർച്ച് ലബോറട്ടറീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ് പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കുവാൻ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടെക്നോളജിയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? ഡെൽറ്റ എ രീതിയിൽ, അതായത് ലാർജർ എമൗണ്ടിലാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ടെക്നോളജി ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഫർദർ ദ എക്സിസ്റ്റിംഗ് ടെക്നോളജി എ ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഡെൽറ്റ എ. സോ എന്താണ്? ടെക്നോളജിയുടെ പ്രൊഡക്ഷൻ എയിൽ നിന്ന് ഡെൽറ്റ എയിലോട്ടേക്ക് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സിൻസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ടെക്നോളജി ഈസ് എ നോൺ ഡ്രൈവൽ ഇൻപുട്ട് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡബിൾ, ദർ ആർ പോസിറ്റീവ് സ്പിൽ ഓവർ എഫക്ട്സ് ഓഫ് ടെക്നോളജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ അതർ ഫേംസ്. സോ എന്താണ്? നമ്മൾ ഈ ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നോൺ ഡ്രൈവൽ ഇൻപുട്ട് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പാർഷ്യലി എക്സ്ക്ലൂഡബിളും ആണ്. അതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള സ്പിൽ ഓവർ എഫക്ട്സും ഉണ്ട്. ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ മറ്റു ഫേംസ്. അതായത് ഇപ്പോൾ പാർഷ്യലി എക്സ്ക്ലൂഡബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ഒരു ടെക്നോളജിയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് ഫേംസിനും അത് ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ അത് അവർക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പറയുന്നത്. ദിസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഓർ നോളജ് ഓർ ഐഡിയ ക്യാൻ ബി ഇൻക്രീസ്ഡ് ത്രൂ ദി യൂസ് ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്സിസ്റ്റിംഗ് ടെക്നോളജി. സോ എന്താണ്? ഒരു പുതിയ ടെക്നോളജിയുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണ്? ഒരു ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും എക്സിസ്റ്റിംഗ് ടെക്നോളജിയും അതിന്റെ പൊട്ടൻഷ്യലിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ടെക്നോളജിയുടെ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഇതിന് ക്രിറ്റിസിസംസ് ഉണ്ട്.
Despite of the fact of the new growth theory, there has been regarded as an improvement over the new classical growth theory. Still, it has many critics. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറിയുടെ ക്രിറ്റിസിസംസ് ആണ്. സോ ഈ ക്രിറ്റിസിസംസും പോളിസി ഇംപ്ലിക്കേഷൻസും നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.